ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വരാനിരിക്കുന്നത് നിർണായക ദിവസങ്ങളോ എന്നാണ് ചോദ്യം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക ദിവസമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഇനി വരുന്നത് ഇലക്ഷൻ കാലമായതുകൊണ്ട് നിർണായക ദിവസമാണ് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തുകൊണ്ടാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കാത്തത്? സിമ്പിൾ ക്വസ്റ്റ്യനാണ്. ആ ചോദ്യത്തിന് മറുപടി എന്ന് പറഞ്ഞാൽ ആ ശബരിമലയിലെ എന്തൊക്കെയാണ് വസ്തുത എന്നുള്ള കാര്യങ്ങൾ പുറത്തു വരും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇതിന് നോട്ടീസ് കൊടുക്കാത്തത്. കാരണം എന്തുകൊണ്ടാണ് എല്ലാ MLA-മാരും എന്തുകൊണ്ടാണ് ശബരിമലയിൽ ഇതൊക്കെ സംഭവിച്ചതെന്നുള്ളത് ക്ലാരിറ്റിയോടുകൂടിയിട്ട് നിയമസഭയിൽ പറയും. അത് കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ ടെലികാസ്റ്റ് ചെയ്യും എന്നുള്ള ബോധ്യമുള്ള പ്രതിപക്ഷമാണ് അത് കൊടുക്കാത്തത്. വേറെ ഒരു കാരണം അതിനകത്തില്ല. ഞാൻ ചോദിക്കുന്നത്, ഈ ജനങ്ങളെ ബാധിക്കുന്ന എന്തെങ്കിലും വിഷയം നിയമസഭയിൽ ചർച്ച ചെയ്യാൻ വേണ്ടി പ്രതിപക്ഷം തയ്യാറാകുന്നുണ്ടോ? ഞാൻ ഈ അടുത്ത കാലത്തുള്ള നിങ്ങളെല്ലാം നോക്കിക്കോളൂ. ഇതിന് മുൻപുണ്ടായിരുന്ന ഈ പറയുന്ന നിയമസഭാ സമ്മേളനങ്ങളൊക്കെ നോക്കിക്കോളൂ. ജനങ്ങളെ ബാധിക്കുന്ന എന്ത് കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്? സമരം ഇതിനു വേണ്ടിയിട്ടാണോ ഈ പറയുന്ന പ്രതിപക്ഷത്തെ നിയമസഭയിലേക്ക് പറഞ്ഞു വിട്ടത്? ജനങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളല്ല പറയേണ്ടത്. ജനങ്ങളെ ബാധിക്കുന്ന എന്തൊക്കെ കേരളം ചർച്ച ചെയ്യാനുണ്ട്? അയ്യോ, എന്നാൽ ഈ കേരളം ചർച്ച ചെയ്യുന്ന വിഷയം എന്താണ്? ഈ പറഞ്ഞ പ്രകടന പത്രിക എടുത്തുകൊണ്ട് വരിക, മുന്നിൽ വെക്കുക, എന്നിട്ട് സർക്കാരിനോട് പറയാം നിങ്ങൾ ഈ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്തില്ല എന്നല്ലേ പറയണ്ടേ? അതിന് കാരണമുണ്ട്. ഈ പ്രകടന പത്രികയിൽ മുഴുവൻ കാര്യം 99% നടപ്പിലാക്കി കഴിഞ്ഞു കേരളത്തിൽ. അതുകൊണ്ട് അത് ചർച്ച ചെയ്യാൻ പറ്റുന്നില്ല. ഒരു കാര്യം ചർച്ച ചെയ്യാനില്ലാന്നേ. എന്നിട്ട് വന്നിട്ട് പറയാണ് ശബരിമലയിൽ സ്വർണം കടത്തി. അപ്പം സ്വർണം കടത്തിയത് VN വാസവൻ്റെ. ഇന്നലെ വരെ VN വാസവൻ മിനിസ്റ്ററെ കുറിച്ചിട്ട് ഒരക്ഷരം മിണ്ടാത്ത പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് പോലും നോട്ടീസ് കൊടുക്കാതെ പെട്ടെന്ന് നിയമസഭയിൽ എന്ന് പറയാം മന്ത്രി രാജിവെക്കണം. ഇത് പണ്ട് സിനിമയിൽ പറയുന്ന പോലെയാണ്. ഏത് കേസ് വന്നാലും മന്ത്രി രാജിവെക്കണം എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അതുപോലെയാണ് പെട്ടെന്ന് വന്ന VN വാസവൻ രാജിവെക്കണം എന്ന് പറയുകയാണ്. അപ്പം കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വരെ അത് മനസ്സിലായതെപ്പോഴാണെന്ന് അറിയാം. ഈ പ്ലക്കാർഡ് പിടിച്ച് ഉള്ളിലോട്ട് കയറി പോകുമ്പോഴാണ് എന്തോ പ്രതിപക്ഷത്തിന് പ്ലാൻ ഉണ്ട് എന്നറിയാം. എന്താ പ്ലാൻ എന്നറിയില്ല. ഉള്ളിൽ ചെന്ന് പ്ലക്കാർഡ് കണ്ടപ്പോഴാണ് അയ്യോ VN വാസവൻ രാജിവെക്കണം എന്നാണ് പറയാൻ പോകുന്നത് എന്ന് വരെ മാധ്യമങ്ങൾക്ക് വരെ മനസ്സിലായത്. കാരണം ഇതുവരെ അതിനെക്കുറിച്ച് ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. ഇന്നലെ വരെ പറഞ്ഞത് എന്താ? കടകംപള്ളി സുരേന്ദ്രൻ രാജിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അത് മാറി VN വാസവനാണ് എന്ന്. VN വാസവൻ എന്തിന് രാജിവെക്കണം എന്നെങ്കിലും പറയണ്ടേ? അറ്റ്ലീസ്റ്റ് VN വാസവൻ എന്തിനാണ് രാജിവെക്കുന്നത് എന്നെങ്കിലും പറയാനുള്ള പ്രതിപക്ഷം, അതിൻ്റെ ഒരു വസ്തുത പറയാനുള്ള ഒരു ധാരണ പ്രതിപക്ഷത്തിന് വേണ്ടേ? അതുപോലും പറയുന്നില്ല. എന്നിട്ട് പറയാം ഇനി അങ്ങോട്ട് സമരത്തിൻ്റെ നാളുകളായിരിക്കും. എന്ത് സമരം? എന്തിനാണ് സമരം നടത്തുന്നത്? സമരം നടത്തുന്നതിന് മുൻപ് ആദ്യം സോണിയാഗാന്ധിനെ ഒന്ന് വിളിച്ചു ചോദിക്കണം. എന്താണ് സോണിയാഗാന്ധി ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോയിട്ട് നിങ്ങളെ കാണാൻ വന്നത് എന്തിനാണ്? അടൂർ പ്രകാശിനോട് ചോദിക്കണം. UDF-ൻ്റെ കൺവീനർ അല്ലേ? എന്തിനാണ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇടവിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയെന്ന് ചോദിക്കുന്നില്ലല്ലോ. ആൻ്റോ ആൻ്റണിയോട് വിളിച്ച് ചോദിക്കണം. എന്തുകൊണ്ടാണ് ആൻ്റോ ആൻ്റണി നിങ്ങൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ഡൽഹിയിൽ സോണിയാഗാന്ധിനെ പോയത് എന്ന് ചോദിക്കണം. ഇത് ചോദിക്കുന്നില്ലല്ലോ. പ്രയാർ ഗോപാലകൃഷ്ണനോടും അജയ് തറേനോടും ചോദിക്കണം. നിങ്ങൾ എന്തിനാണ് ഈ വാജിവാഹനം എടുത്ത് തന്ത്രിക്ക് കൊടുത്തതെന്ന് ചോദിക്കുന്നില്ലല്ലോ. ഈ ഈ പറയുന്ന ചോദിക്കണ്ട. ഇവർക്കറിയാലോ ഈ സ്വർണ്ണക്കൊടി പരം സ്ഥാപിച്ച സമയത്ത് അതിൽ ഏറ്റവും കോമഡി എന്താ പറയുക, ഞാൻ ശ്രദ്ധിച്ചായിരുന്നറിയോ? ഈ പ്രശ്നം വെച്ച സമയത്ത് അതിനകത്ത് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു എന്ത് ജയിലിൽ പോകാനുള്ള യോഗം ഉണ്ടാവും എന്നുള്ളത്. അതുകൊണ്ട് സൂക്ഷിച്ച് ചെയ്യണമെന്ന് പറഞ്ഞ ആരോടായിരുന്നു അറിയോ? ഈ പറഞ്ഞ പത്മകുമാറിനോടും അതിനുശേഷം വന്ന ആൾക്കാരോടൊന്നുമല്ല. ആരോടോ പറഞ്ഞ്? പ്രയാർ ഗോപാലകൃഷ്ണനോടും അജയ് തറേനോടോ പറഞ്ഞ് ജയിലിൽ പോകാനുള്ള സാധ്യതയുണ്ട്, ഇത് സൂക്ഷിച്ച് വേണം ചെയ്യാമെന്ന് ഈ പ്രശ്നം വെച്ചപ്പോൾ അതിനകത്ത് ഉണ്ടായിരുന്നോ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇത് അത്ര പോലും ഇവരോട് പറഞ്ഞിട്ടില്ലല്ലോ, തന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് സൂക്ഷിച്ച് ചെയ്യണമെന്ന്. അപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ്? വികസന രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ കഴിയുന്നില്ല എന്ന്. ഇനിയുള്ള 90 ദിവസം കേരളത്തിൽ വികസന രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതിനുള്ള തൻ്റെ ഇടം പ്രതിപക്ഷത്തിനുണ്ടോ? അല്ല, അതാണ് ഞാൻ ജിമ്മി സാറോട് നേരത്തെ ചോദിച്ചത്. ഇനിയുള്ള 90 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്വർണ്ണക്കൊള്ള എടുത്തുകൊണ്ട് പ്രതിപക്ഷം ഇറങ്ങുമോ? ഞാൻ ചോദിച്ചല്ലോ. ഇല്ല. അപ്പൊ എന്താ ഇലക്ഷൻ? അപ്പൊ ഇതെന്താ ഒരു ഇലക്ഷൻ സ്റ്റണ്ട്? അതിന് അപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടോ? ഇതൊരു ഇലക്ഷൻ സ്റ്റണ്ടാണ്. കേരളത്തിലെ ജനങ്ങൾ അത്രമാത്രം മനസ്സിലാക്കിയാൽ മതി. കഴിഞ്ഞ പ്രാവശ്യം ഈത്തപ്പഴത്തിലെ സ്വർണ്ണക്കുരുവും ഈ ബിരിയാണി ചെമ്പിലെ സ്വർണ്ണക്കടത്തും ഒക്കെ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അതുപോലെ ഒരു സാധനമായിട്ട് ഇതിനെ കണ്ടാൽ മതി. ശബരിമലയിലെ സ്വർണ്ണക്കടത്ത് എന്നുള്ളത് കണ്ടാൽ മതി. അത് ഏതെങ്കിലും മന്ത്രിക്ക് റോളുണ്ടോ? ഒരു മന്ത്രിക്ക് റോളില്ല. ഈ രാജിവെക്കണമെന്ന് പറഞ്ഞ മന്ത്രിക്ക് റോളുണ്ടോ? രാജിവെക്കണമെന്ന് മന്ത്രിക്ക് റോളില്ല. ഈ പറഞ്ഞ സോണിയാഗാന്ധിയും ഈ പറഞ്ഞ അടൂർ പ്രകാശും ഈ പറഞ്ഞ ആൻ്റോ ആൻ്റണിയും ഈ പറഞ്ഞ അജയ് തറയിലും പ്രയാർ ഗോപാലകൃഷ്ണനും ഒക്കെ കുറ്റം ചെയ്തിട്ടുണ്ടോ? ആ കുറ്റം മാത്രമേ ആര് ചെയ്തിട്ടുണ്ടാവുള്ളൂ? ഈ പറഞ്ഞ കടകംപള്ളി സുരേന്ദ്രൻ ചെയ്തിട്ടുണ്ടാവുള്ളൂ. അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. ഇവരൊക്കെ എന്തിനാണ് സോണിയാഗാന്ധിനെ കണ്ടത്? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കേരളത്തിൽ കാണാത്ത ആൾക്കാരൊക്കെ കുറവാണ്. ഓൾമോസ്റ്റ് എല്ലാവരെയും കണ്ടിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഫോട്ടോ ഉണ്ണികൃഷ്ണൻ പോറ്റിനെ പുറത്തേക്ക് ഇറക്കി വിടാണ്ട് ബാക്കിയും കൂടെ വന്നോളൂ.
വരൂലേ? ബാക്കിയും കൂടെ വരും. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കുന്നില്ല. ഇതൊന്നും മനസ്സിലാക്കാതെ ഇനി ഞങ്ങളുടെ മുന്നിൽ ഒരു 30 ദിവസം നിയമസഭാ സമ്മേളനമുണ്ട്. ഈ 30 ദിവസം നിയമസഭാ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ സമരമാണ്. എന്നിട്ട് പറഞ്ഞാൽ ഇവരെന്ത് ചെയ്യും? ഇവർ നിയമസഭയിൽ നിന്ന് സമരം പറഞ്ഞ് പുറത്തേക്ക് വരും. ബാക്കി യൂത്ത് കോൺഗ്രസ് നിയമസഭയിലേക്ക് സമരം നടത്തും. ഇതാണ് ഇനി നടക്കാൻ പോകുന്നത്. അതെന്ത് കാര്യമായിരിക്കും? ഒറ്റ കാര്യം ഉണ്ടാവുള്ളൂ. ഒറ്റ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ സ്വർണ്ണക്കൊള്ളയെ ബന്ധപ്പെട്ട കാര്യത്തിൽ മാത്രമായിരിക്കും. അപ്പോൾ കേരളത്തിൽ അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് അറിയോ? കേരളത്തിൽ അപ്പോൾ ഒരു വികസന പ്രശ്നമില്ല കേട്ടോ. ജനങ്ങൾക്ക് ഒരു പ്രശ്നമില്ലല്ലോ. ആ കാര്യം ഉറപ്പായല്ലോ. കേരള ജനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നവും ഇപ്പം ഇല്ല. ആ കാര്യത്തിൽ ഉറപ്പായി. ഇപ്പോൾ കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന ഏക പ്രശ്നമുള്ളൂ എന്ത്? അത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള മാത്രമാണ്. അപ്പോൾ അതിനെതിരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അതിനെതിരെ നിയമസഭ. അപ്പോൾ നാളെ പിന്നെ എന്ത് ചർച്ച ചെയ്യുമെന്ന് എനിക്കറിയില്ല. നാളെയും വന്നിട്ട് ഇവർ സമരം പ്രഖ്യാപിച്ചിട്ട് ഇറങ്ങി പോവോ? മറ്റന്നാളെ സമരം പ്രഖ്യാപിച്ചിട്ട് ഇറങ്ങി പോവോ? അങ്ങനെയാവുമോ? VM വാസവൻ, ഞാൻ എന്താ പറയുന്നത്, കോൺഗ്രസ് ഒരു തീരുമാനം എടുക്കണം. VM വാസവൻ രാജിവെക്കുന്നത് വരെ സമരമായിരിക്കും എന്ന് പ്രഖ്യാപിക്കണം. അതല്ലേ വേണ്ടത്? അങ്ങനെ പ്രഖ്യാപിക്കാൻ തൻ്റെ ഇടം ആര് കാണിക്കണം? കോൺഗ്രസ് കാണിക്കണം. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായി പുറത്തു വരും. ആ വ്യക്തമായി പുറത്തു വരണമെങ്കിൽ ഇങ്ങനെയാണ് തീരുമാനിക്കേണ്ടത്. ഈ ഒരു ദിവസം സമരത്തെ അവസാനിപ്പിക്കുകയും ചെയ്യരുത് കേട്ടോ. VM വാസവൻ രാജിവെക്കുന്നത് വരെ കോൺഗ്രസ് നിയമസഭാ സമ്മേളനം ബഹിഷ്കരിച്ചുകൊണ്ടേയിരിക്കും. രാവിലെ വരും, ഈ കാര്യം പറയും, പുറത്തു വരും, പത്രസമ്മേളനം നടത്തും. അകത്തു പോവും, ഈ കാര്യം പറയും, പുറത്തു വരും, പത്രസമ്മേളനം. അങ്ങനെ ഒരു ധാരണയാക്കിയാൽ വളരെ എളുപ്പമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ നിർണായക ദിവസങ്ങളൊക്കെ കടന്നു കിട്ടും. അത് കഴിഞ്ഞാൽ കേരളത്തിലെ ഇടതുപക്ഷവും കേരളത്തിലെ ഭരണപക്ഷവും ചർച്ച ചെയ്യാൻ പോകുന്നത് വികസന രാഷ്ട്രീയം മാത്രമായിരിക്കും. ആ രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ കോൺഗ്രസിനും UDFനും കഴിവില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഈ പറഞ്ഞ ചർച്ച ചെയ്യുന്നത്. അല്ലാതെ വേറെ ഒരു കാരണമില്ല. ഞാൻ ഒറ്റ കാര്യം ജിമ്മി ഒരു സ്ട്രാറ്റജിക്കൽ എററായിരുന്നു ഇന്ന് പ്രതിപക്ഷത്തിൻ്റെത്. കാരണം സജി ചെറിയാൻ്റെ പ്രസ്താവന അവിടെ കിടക്കുക, മാപ്പ് പറഞ്ഞെങ്കിലും ഇന്ന് സജി ചെറിയാൻ്റെ പ്രസ്താവന ഉയർത്തി സഭ സ്തംഭിപ്പിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ മൈലേജ് കിട്ടുമായിരുന്നു. എനിക്കറിയില്ല, ഓരോ കാലത്തെ ഓരോരുത്തരുടെ രീതിയാണ്. ഞാൻ പറഞ്ഞില്ല, ഇതിനു മുമ്പ് ഓരോ കാലത്ത് പ്രതിപക്ഷം ഓരോ രീതിയിലാണ്. മൊത്തം രാജിവെച്ചിറങ്ങി ഒരു ചക്ക വീണപ്പോൾ മുയൽ ചത്തു. അപ്പൊ ആ ചക്കൻ ഇട്ടാൽ മതി വിചാരിക്കുന്നുണ്ടാണ്. അപ്പുറത്ത് നിൽക്കുന്നത് സോണിയാഗാന്ധിയുടെ പേരിൽ അതാണ് പറയുന്നത്. അതാണ് മിനിസ്റ്റർ ആവശ്യപ്പെട്ടത്, ശിവൻകുട്ടി ആവശ്യപ്പെട്ടതോടെ ദേശീയ ചാനലിലെ ഹെഡ്ലൈനായി. സോണിയാഗാന്ധിയെ അറസ്റ്റ് ചെയ്യണമെന്ന് കേരളത്തിലെ ഒരു മന്ത്രി ആവശ്യപ്പെടുന്നു എന്ന് പറയുന്നത് നാഷണൽ ഹെഡ്ലൈൻ ആക്കിയില്ലേ? ഇത് ദേശീയതലത്തിൽ ചർച്ചയാവൂലേ? ഈ ചിത്രങ്ങൾ ദേശീയതലത്തിൽ കൊണ്ടുവരൂലേ? Meet the editors.